കെട്ടിട നിർമ്മാണത്തിന് സുപ്രധാന പങ്ക് വഹിക്കുന്ന സിമെന്റിനെ കുറിച്ച് ബുജിയുടെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. സിമെന്റ് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. സിമെന്റ് പോലുള്ള പദാർത്ഥങ്ങളുടെ ആദ്യകാല ഉപയോഗം പുരാതന മെസപ്പൊട്ടോമിയയിൽ BC 7000 മുതൽക്കേ തന്നെ കണ്ടെത്താനാകും. ഈ ആദ്യകാല നാഗരികതകൾ ജിപ്സം അല്ലെങ്കിൽ കുമ്മായം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരുതരം സിമെന്റ് വെള്ളത്തിൽ കലർത്തി ഉപയോഗിച്ചിരുന്നു. റോമക്കാർ സിമെന്റ് സാങ്കേതികവിദ്യയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചു. അവരുടെ സിമെന്റ് മിശ്രിതത്തിൽ പോസോളാന എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത ചാരം ചേർക്കുന്നത് അതിന്റെ ശക്തിയും ഈടും വളരെയധികം മെച്ചപ്പെടുത്തുന്നുവെന്ന് അവർ കണ്ടെത്തി. പോസോളനിക് സിമെന്റ് എന്നറിയപ്പെടുന്ന ഈ റോമൻ കണ്ടുപിടുത്തം നിർമ്മാണ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും കൊളോസിയം, അക്വഡക്സ് പോലുള്ള ഐക്കോണിക് ഘടനകൾ സൃഷ്ടിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്തു. പോർട്ട്ലൻഡ് സിമെന്റ് എന്നറിയപ്പെടുന്ന ആധുനിക സിമെന്റ് 1824 ഇംഗ്ലീഷ് ഇഷ്ടിക പണിക്കാരനായ ജോസഫ് ആസ്പിഡൻ കണ്ടുപിടിച്ചതാണ്. ദ്വീപിൽ ഖനനം ചെയ്ത ചുണ്ണാമ്പ് കല്ലിനോട് സാമ്യമുള്ളതിനാൽ അദ്ദേഹം ഇതിന് പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പേരിട്ടു. പോർട്ട്ലാൻഡ് സിമെന്റ് ഉൽപ്പാദിക്കുന്നതിനുള്ള ജോസഫ് ആസ്പിഡിന്റെ യഥാർത്ഥ രീതി ചുണ്ണാമ്പ് കല്ലും കളിമണ്ണും ഒരുമിച്ച് കത്തിച്ച് മിശ്രിതം നല്ല പൊടിയായി പൊടിക്കുന്നു. ഈ പൊടി വെള്ളത്തിൽ കലർത്തുമ്പോൾ പദാർത്ഥങ്ങളെ ഒന്നിച്ചു ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഹാർഡ് പദാർത്ഥം രൂപപ്പെട്ടു. ഇത് നിർമ്മാണ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. വ്യാവസായിക വിപ്ലവത്തിൽ സിമെന്റിന്റെ കണ്ടുപിടുത്തം നിർണായക പങ്കുവഹിച്ചു. സിമെന്റിന്റെ വൻതോതിലുള്ള ഉൽപ്പാദനം വേഗത്തിലും കാര്യക്ഷമമായും നിർമ്മാണത്തിന് പങ്കുവഹിച്ചു. ഇത് നഗരങ്ങളുടെ ദ്രുത നഗരവൽക്കരണത്തിനും വികസനത്തിനും കാരണമായി. ആധുനിക സമൂഹത്തെ രൂപപ്പെടുത്തുന്ന കെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, വിവിധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയുടെ നിർമ്മാണത്തിൽ സിമെന്റ് ഒരു അടിസ്ഥാന വസ്തുവായി മാറി. ഇതാണ് സിമെന്റിനെ കുറിച്ചുള്ള പുതിയ അറിവുകൾ. ഇതുപോലുള്ള കൂടുതൽ അറിവിലേക്കായി ബുജിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്കും തന്നാൽ ഞങ്ങളുടെ അറിവുകൾ നിങ്ങളിലേക്കും പകരാൻ അതൊരു ഊർജ്ജമാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ. കൂടാതെ ഇതുപോലുള്ള നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള വിഷയത്തെപ്പറ്റി കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, ബുജി.